ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. തടിയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അത്യാവശ്യം തടി എനിക്കുണ്ട് കേട്ടാ. ചില ആളുകൾ തടി കുറക്കാനായിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യും. എന്നാൽ ഈ സിനിമയിലെ കഥാനായിക തടി കുറക്കാനായിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഒരാള് പോലും ചെയ്യാത്തൊരു കാര്യം. ആരോടെങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്യാൻ പറഞ്ഞാൽ അവര് അറച്ചു പോകും, അങ്ങനെ ഒരു കാര്യം. പക്ഷെ അത്ഭുതം എന്താന്ന് വെച്ചാൽ അവൾ അത് ചെയ്തതോട് കൂടിയിട്ട് അവളുടെ തടി നന്നായിട്ട് കുറയാണ്. പക്ഷേ പിന്നീട് ഒരിക്കലും വിചാരിക്കാത്ത അത്രയും വലിയ പ്രശ്നങ്ങൾ അവളുടെ ലൈഫിലേക്ക് വരികയാണ്. അതെന്താണെന്ന് നമുക്ക് കഥയിലേക്ക് പോയി തന്നെ മനസ്സിലാക്കാം. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള ഹന്നയെ കാണിക്കുകയാണ്. അവൾ ജിമ്മിൽ പോയിട്ട് കുറെ നേരമായിട്ട് സൈക്ലിംഗ് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഒരു അല്പം വണ്ണം കൂടുതലുണ്ട് കേട്ടോ. അപ്പൊ അതെങ്ങനെയെങ്കിലും കുറക്കണം എന്നാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. സൈക്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തൊട്ടപ്പുറത്ത് അവളുടെ ജിം ട്രെയിനർ ഉണ്ട്. അവളാണെങ്കിൽ നല്ല ഫിറ്റ് ആണ്. അപ്പൊ ആ ഒരു ട്രെയിനർ നോക്കിയിട്ട് അതുപോലെ ആവണം എന്ന ആഗ്രഹത്തിൽ ഭയങ്കര വാശിയോട് കൂടിയിട്ട് ഈ സൈക്ലിംഗ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹന്നയ്ക്ക് വേറൊരു പ്രശ്നമുണ്ട്, ഭക്ഷണം അത് കൺട്രോൾ ചെയ്യാനേ കഴിയില്ല. മെയിൻ ആയിട്ട് ഫാസ്റ്റ് ഫുഡ് അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിക്കാതിരിക്കാനേ പറ്റില്ല. എന്തായാലും ഇതെല്ലാം ഞാൻ നിർത്തും, ഞാൻ നന്നായിട്ട് ഫിറ്റ് ആവും, ആ ഒരു മൈൻഡ് സെറ്റിലാണ് അവളിപ്പോ നേരെ വീട്ടിലേക്ക് വന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു ഫുഡ് ചാർട്ട് ഉണ്ടാക്കിയിരുന്നു. അതൊന്നും മര്യാദക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അത് കീറി പറിച്ചു കളഞ്ഞ് മറ്റൊരെണ്ണം പുതിയതായിട്ട് എഴുതുകയാണ്. എല്ലാ ആഴ്ചയും ഇതൊക്കെ തന്നെയാണ് പതിവ്. അതുപോലെ തന്നെ ഇന്ന് കഴിക്കാൻ വേണ്ടി മേടിച്ചു കൊണ്ടുവന്ന ഡോണറ്റ്സ് ഉണ്ടല്ലോ, ഇതെല്ലാം അവൾ വേസ്റ്റ് കൊട്ടയിലേക്ക് ഇടുകയാണ്. ഈ ആഴ്ച എന്തായാലും ഡയറ്റ് നന്നായിട്ട് നോക്കണമെന്ന് തന്നെ അവൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ജിമ്മിലേക്ക് വരുന്നുണ്ട്. ജിമ്മിലേക്ക് അവൾ വന്നപാട് തന്നെ ആ ഒരു ട്രെയിനർ അവളുടെ അടുത്തേക്ക് വരികയാണ്. ഇന്നലെ നീ എന്നെ എങ്ങനെ നോക്കി നിന്നത് ഞാൻ കണ്ടതാണ്. എനിക്കറിയാം എന്നെ പോലെ നന്നായിട്ട് ഫിറ്റ് ആവണമെന്ന് നിനക്ക് നല്ല ആഗ്രഹമുണ്ടെന്ന്. എന്നെ പോലെ ഫിറ്റ് ആകണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, എന്റെ ഒരു 3 month വെയിറ്റ് ലോസിംഗ് പ്രോഗ്രാം ഉണ്ട്, നീ അതിൽ ജോയിൻ ചെയ്യ്, നിനക്കും എന്നെ പോലെ തന്നെ ആവാന്ന് പറയണേ. എന്നാൽ ഇതേ നേരം ഹന്ന പറയണ, അയ്യോ എന്നെ വിട്ടേക്ക്, കാരണം നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാം ഒന്നും ചെയ്യാനുള്ള ശേഷി എനിക്കില്ല, അത്രത്തോളൊന്നും ഡയറ്റ് ഞാൻ ചെയ്യില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കൗട്ടും എനിക്ക് അത്ര സ്യൂട്ട് ആവും തോന്നില്ല. ഓക്കെ, എന്തായാലും നിനക്ക് ആവശ്യമുള്ളപ്പോൾ എന്റെ അടുത്തേക്ക് വന്നാൽ മതി, ഇതാ ആ പ്രോഗ്രാമിന്റെ ഒരു നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു നോട്ടീസ് കൊടുക്കുകയാണ്. എന്തായാലും പിന്നീട് വർക്കൗട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഹന്ന നേരെ കോളേജിലേക്ക് പോവാണ്. അവള് മെഡിസിൻ ആണ് പഠിക്കുന്നത്. മാത്രമല്ല ഇന്ന് അവരുടെ ക്ലാസ്സിൽ ഒരുപാടധികം ശവശരീരങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവരുടെ ടീച്ചർ പറയാണ്, ഈ ശവശരീരങ്ങൾ ഇതാണ് നിങ്ങളുടെ ആദ്യ പേഷ്യൻസ്. അപ്പൊ ഈ മൃതദേഹങ്ങളിൽ നിന്ന് വേണം നിങ്ങൾ നിങ്ങളുടെ പഠനം ആരംഭിക്കാനായിട്ട്. അങ്ങനെ എല്ലാവർക്കും ഓരോന്ന് വെച്ച് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. 3 പേര് ആക്കി ഓരോ ടീമാക്കി അവർക്ക് ഓരോ ശവശരീരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഹന്നയുള്ള ആ ഒരു ടീം ഉണ്ടല്ലോ, അവർക്ക് കിട്ടിയിരിക്കുന്നത് നന്നായിട്ട് തടിച്ച ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി ആയിരുന്നു. അത് കണ്ടപാട് തന്നെ അവൾക്ക് വല്ലാത്തൊരു ഭയം തോന്നുകയാണ്. അതായത് ഭാവിയിൽ അവളും തടിച്ച് ഇതുപോലെ ആവുക എന്നൊരു പേടി. ചെറുതായിട്ട് ഇപ്പോൾ അവളുടെ കൈയും വിറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവളോടാണ് ടീച്ചർ ആ ശവശരീരത്തിന്റെ നെഞ്ച് കീറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പതിയെ അതങ്ങനെ ചെയ്യുമ്പോൾ ആ മൃതദേഹത്തിന്റെ കയ്യിലെ നഖത്തിലുണ്ടായിരുന്ന നെയിൽ പോളിഷ് അത് നീല നിറമായിരുന്നു. അതേ കളർ തന്നെയായിരുന്നു ഹന്നയുടെ നഖത്തിലെ നെയിൽ പോളിഷിനും. അത് കണ്ടപ്പോൾ പെട്ടെന്ന് അവൾ ഒതുക്കി വെച്ച ആ ഒരു പേടി പുറത്തേക്ക് വരികയാണ്. കൈയൊന്ന് വിറച്ചുപോയി. കയ്യിൽ ബ്ലേഡ് ഉണ്ടല്ലോ, അതറിയാതെ ആ ശവത്തിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അത് കണ്ടപാട് തന്നെ ടീച്ചർ വന്നിട്ട് പറയണ, എന്റെ പൊന്നു ഹന്ന, പേഷ്യൻസിന്റെ നെഞ്ചിൽ ഇതുപോലെ കത്തി വെച്ചാൽ അവരാ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് തന്നെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ, തൽക്കാലം നീ മാറി നിൽക്ക്, മറ്റാൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്റ്റുഡന്റിന്റെ കയ്യിൽ കത്തി കൊടുക്കുകയാണ്. എന്തായാലും പിന്നീട് ക്ലാസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന പാട് തന്നെ ഹന്ന ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ, ഒരു നെയിൽ പോളിഷ് റിമൂവർ എടുത്ത് അവളുടെ കയ്യിലെ ആ നീല നിറം മുഴുവനായിട്ടും കളയാണ്. പിന്നീട് അവൾ ചിന്തിക്കുന്നത് എങ്ങനെങ്കിലും വെയിറ്റ് കുറക്കണം, തടി ഉണ്ടായാൽ ശരിയാവില്ല, ഫിറ്റ് ആവണം. ഇത്രയും വലിയൊരു ആഗ്രഹം അവളുടെ മനസ്സിലുണ്ടെങ്കിലും അവൾക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല. നേരത്തെ മേടിച്ചു കൊണ്ടുവന്ന ആ ഡോണറ്റ്സ് ഉണ്ടല്ലോ, അത് വേസ്റ്റ് കൊട്ടയിൽ ഇട്ടായിരുന്നു. അതിന്ന് എടുത്ത് കഴിക്കാൻ വരെ അവൾക്കൊരു ടെൻഡൻസി തോന്നുകയാണ്. ആ വേസ്റ്റിലേക്ക് വരെ അവളുടെ കൈ പോകുന്നുണ്ട്. എന്നാൽ പിന്നെ എങ്ങനെയൊക്കെയോ കൺട്രോൾ ചെയ്ത് വേസ്റ്റ് മുഴുവനും ഒരു കവറിലിട്ട് കെട്ടി അപ്പാർട്ട്മെന്റിന് പുറത്ത് വലിയൊരു വേസ്റ്റ് കൊട്ടയുണ്ട്, അതിലേക്ക് അവൾ ഇടുകയാണ്. എന്നാൽ ആ സമയത്ത് അതിൽ അവൾ എന്തോ ഒന്ന് കണ്ട് ചെറുതായിട്ടൊന്ന് അത്ഭുതപ്പെടുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് ഇപ്പൊ കാണിക്കുന്നില്ല. ഇവിടെ സീൻ കട്ടായി. പിന്നീട് അവൾ നേരെ ഒരു പബ്ബിലേക്ക് പോവാണ്. ആ സമയത്താണ് അവളുടെ 2 സുഹൃത്തുക്കൾ സർപ്രൈസ് ആയിട്ട് ഒരു കാര്യം കൊണ്ടുവരുന്നത്, ചെറിയൊരു കേക്ക്. കാരണം ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ കൂട്ടുകാരുടെ കൂടെ ആ ഒരു കേക്കെല്ലാം മുറിച്ച് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാണ്. മാത്രമല്ല അവരുടെ സുഹൃത്തുക്കൾ അവൾക്ക് കഴിക്കാനായിട്ട് കുറച്ച് ഭക്ഷണവും കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ അതൊന്നും ആഗ്രഹമുണ്ടെങ്കിലും അവൾ കഴിക്കുന്നില്ല. എനിക്ക് വേണ്ട എന്ന് തന്നെ പറയാണ്. ഇതേ നേരം ആ പബ്ബിൽ വെച്ച് മറ്റൊരു ലേഡി നമ്മുടെ ഹന്നയെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഹന്നയും കുറച്ചു നേരമായിട്ട് ആ ഒരു സ്ത്രീയെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കുറച്ചു കഴിഞ്ഞ് ഹന്ന ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ആ ലേഡി ഹന്നയുടെ അടുത്തേക്ക് വരികയാണ്. ഇപ്പൊ ഹന്നയോട് ആ ലേഡി ചോദിക്കുന്നുണ്ട്, ഹന്ന നിനക്ക് എന്നെ മനസ്സിലായില്ല അല്ലേ? പിന്നീട് ഹന്ന അവളെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ആളെ പിടികിട്ടിയത്. എടീ മെലീസേ, നീയായിരുന്നോ? എനിക്കങ്ങ് മനസ്സിലായില്ല കേട്ടോ. രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഹന്ന ചോദിക്കുന്നുണ്ട്, പഠിക്കുന്ന സമയത്ത് നിനക്ക് എന്തൊരു തടിയായിരുന്നു, ഇപ്പൊ എങ്ങനെയാ ഒരു മോഡലിനെ പോലെ നീ ഇത്ര മെലിഞ്ഞത്? എന്തൊരു
ഭംഗിയാ നിന്നെ കാണാൻ. സത്യം പറ, ഇതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. ഇപ്പൊ മെലീസ പറയുന്നത് ആ രഹസ്യമൊക്കെ ഉണ്ട്, പക്ഷേ നീ അത് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. നീ എന്തായാലും പറയുന്ന ഹന്ന പറയാണ്. ഇപ്പൊ മെലീസ പറയാണ് അതൊരു ടാബ്ലറ്റ് ആണ്, നല്ല വിലയുണ്ട്. അത് കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ മെലിഞ്ഞത്. അപ്പൊ നമ്മുടെ ഹന്ന ചോദിക്കുന്നുണ്ട്, അപ്പൊ നീ ഡയറ്റ് വർക്കൗട്ട് ഇതൊന്നും ചെയ്യില്ലേ? ഇല്ലാന്നേ, അതൊന്നും വേണ്ട, ഈ ടാബ്ലറ്റ് കഴിച്ചാൽ മാത്രം മതി. ഹന്നയ്ക്ക് അത് കേട്ട് വിശ്വാസമാവുന്നില്ല. ഇപ്പൊ മെലീസ ആ ഒരു ടാബ്ലറ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴും ഹന്നയ്ക്ക് വിശ്വാസമാവുന്നില്ല. ഈ സമയത്താണ് മെലീസ അവളുടെ പഴയ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തിനേക്കാൾ തടി അവൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ തടി വരെ കുറച്ചത് ഈ ടാബ്ലറ്റ് കഴിച്ചാണ് എന്ന് പറഞ്ഞപ്പോൾ ഹന്നയ്ക്ക് വിശ്വാസമായി. ഹന്ന ഒന്നും നോക്കിയില്ല, അവളുടെ കയ്യിൽ ആ ടാബ്ലറ്റ് എടുത്ത് അപ്പൊ തന്നെ കഴിക്കുകയാണ്. ഇപ്പൊ മെലീസ മറ്റൊരു ടാബ്ലറ്റ് കൂടെ അവൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയണ നാളെ രാവിലെ ആകുമ്പോഴേക്കും നല്ല മാറ്റം വന്നിരിക്കും. ഇപ്പൊ ഹന്ന ചോദിക്കുകയാണ്, ഒരു ദിവസം കൊണ്ട് മാറ്റം വരുമോ? നീ നോക്കി നോക്കുന്നു എലീസ പറയാണ്. എന്തായാലും ഇവരുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് വരികയാണ്. വീണ്ടും കള്ളു കുടിക്കുകയാണ്, സെലിബ്രേറ്റ് ചെയ്യാണ്. അതിനിടയിൽ നല്ല വിശപ്പ് തോന്നുന്നുണ്ട്, മൂക്ക് മുട്ട തിന്നുന്നുണ്ട്. എത്രത്തോളം തിന്നു എന്ന് ഒരു കണക്കുമില്ല. അമ്മാതിരി തീറ്റ നമ്മുടെ ഹന്ന തിന്നു. പിന്നീട് എപ്പോഴോ വീട്ടിലേക്ക് വന്ന് കിടന്ന് അങ്ങോട്ട് ഉറങ്ങുകയാണ്. രാവിലെ ആയപ്പോൾ അലാറം അടിച്ച് അവൾ എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഭക്ഷണത്തിന്റെ ഓരോ പാക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ആകെ പേടിച്ചു പോകണം. ദൈവമേ, ഇന്നലെ രാത്രി ഒരു കൺട്രോളും ഇല്ലാതെ ഒരുപാട് തിന്നുന്നാ തോന്നുന്നത്. അയ്യോ, എന്തായാലും വെയിറ്റ് കൂടിയിട്ടുണ്ടാവും. എന്തായാലും വെയിറ്റ് ഒന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് അവൾ നേരെ വെയിറ്റ് മെഷീനിൽ കയറി നിൽക്കുമ്പോൾ 1.5 കിലോയുടെ മുകളിൽ അവൾ കുറഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ട് ഹന്ന ആകെ ഞെട്ടിപ്പോണ്. ഇതെങ്ങനെ എന്റെ വെയിറ്റ് കുറഞ്ഞത്? അവൾ വേഗം അവളുടെ ആ ഒരു ചാർട്ട് എടുക്കുകയാണ്. അതിൽ വെയിറ്റ് നോട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഫോണിൽ അങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരുപാടധികം റീലുകൾ അവൾ കാണുന്നുണ്ട്. എല്ലാം ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല ഫിറ്റ് ആയിട്ടുള്ള സ്ത്രീകളുടെ വീഡിയോസാണ് കാണുന്നത്. അത് കാണുന്തോറും അതുപോലെ ആവണം എന്നുള്ള ആഗ്രഹം കൂടിക്കൂടി വരികയാണ് അവൾക്ക്. ഇപ്പൊ ഇന്നലെ മെലീസ കൊടുത്ത ആ ഒരു ടാബ്ലറ്റ് ഉണ്ടല്ലോ, ഹന്നിപ്പ് അത് കയ്യിലേക്ക് എടുക്കുകയാണ്. മാത്രമല്ല മെലീസയ്ക്ക് അവളൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. മെലീസ, ഈ ടാബ്ലറ്റിന് ഒരെണ്ണത്തിന് എത്ര രൂപയാവും? അപ്പൊ മെലീസ പറയുന്നത് ഏകദേശം $5000 മുകളിലാവും. ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ ഏകദേശം 4.25 ലക്ഷം രൂപ വരും. അതും ആ ഒരു ടാബ്ലറ്റിനാണ്. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹന്നയ്ക്ക് അത് അഫോർഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നൈസായിട്ട് അച്ഛന്റെയും അമ്മയുടെ അടുത്ത് പോയിട്ട് ഒന്ന് ചോദിക്കാന്ന് അവൾ വിചാരിക്കണം. നേരെ അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് വന്ന പാടിനെ അച്ഛനെ വിളിക്കുന്നുണ്ട്. അച്ഛൻ മൈൻഡ് ചെയ്യുന്നില്ല. ഇതേ നേരം തന്നെ അമ്മയെ നോക്കുമ്പോൾ അമ്മ അവിടെ എന്തോ CCTV നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹന്നയെ കണ്ടപ്പോൾ മോളെ വാ, നിനക്ക് വേണ്ടി ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണം. കാരണം അവളുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ ഇന്ന്. എന്നാൽ അമ്മ ഉണ്ടാക്കിയ ഒരു കേക്ക് എങ്ങനെയാന്ന് വെച്ചാൽ മൈദ, ഷുഗർ ഇതൊന്നും ഇല്ലാതെ വളരെയധികം ഹെൽത്തി ആയിട്ട് അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു കേക്കാണ്. ആ കേക്ക് ഇപ്പോൾ അവള് കഴിക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് അമ്മ ചോദിക്കുമ്പോൾ രസമുണ്ടെന്ന് വെറുതെ പറഞ്ഞു വിടുകയാണ്. പിന്നീട് കുറച്ചു നേരം അവിടെ തന്നെ വട്ടം ചുറ്റി നിന്ന് അവസാനം അവളുടെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അമ്മയോട് അവൾ കാശൊന്നും ചോദിച്ചില്ല കേട്ടോ. വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പൊ ആ ബാക്കിയുള്ള ഒരു ടാബ്ലറ്റ് അവൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതിപ്പോ എന്താ ചെയ്യണ്ടേ? കഴിക്കണോ? ഇത് കഴിച്ചു കഴിഞ്ഞാൽ മറ്റൊരെണ്ണം മേടിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല, അത്രയും വിലയാണ്. പെട്ടെന്നാണ് അവൾക്കൊരു ഐഡിയ തോന്നുന്നത്. അവളൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ടാബ്ലറ്റ്, അതിന്റെ ഉള്ളിൽ ആ ഒരു ഇൻഗ്രീഡിയൻസ് അതെന്താണെന്ന് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താൽ അവൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എന്തിനാ കാശ് കൊടുത്ത് ഈ സാധനം ഞാൻ മേടിക്കുന്നത്? അവൾ നേരെ ആ ടാബ്ലറ്റ് എടുത്തുകൊണ്ട് നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. പിന്നീട് ലാബിൽ പോയി ആ ടാബ്ലറ്റ് അതിന്റെ ആ ഒരു ക്യാപ്സ്യൂൾ പൊട്ടിച്ച് അതിന്റെ ഉള്ളിൽ ആ ഒരു ഇൻഗ്രീഡിയൻസ് അതെന്താണെന്ന് അവൾ നന്നായിട്ട് പരിശോധിക്കുമ്പോൾ ഒരുപാടധികം മിനറൽസ് അതിൽ അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കാൽഷ്യം, പൊട്ടാസ്യം, സോഡിയം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. എന്നാൽ ഇതെല്ലാം ഇത്ര അളവിൽ ഉണ്ടാവുക ഏതിലായിരിക്കും അറിയോ? ഈ മൃതദേഹങ്ങൾ കത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു ചാരമുണ്ടല്ലോ, ആ ചാരത്തിലാണ് ഇത് അത്ര അധികമായിട്ടുണ്ടാവുക. ആ സമയത്ത് തന്നെ ഹന്നയ്ക്ക് കാര്യം മനസ്സിലായി. അതായത് ഈ ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ നിറച്ചു വെച്ചിരിക്കുന്നത് മനുഷ്യരുടെ ചാരമാണ്. അതായത് മനുഷ്യ ശരീരം കത്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ചാരമാണിത്. ഇതാണോ ഇത്രത്തോളം വില കൊടുത്ത് ആളുകൾ മേടിക്കുന്നത്? ശരിക്കും അവളെ അത് അത്ഭുതപ്പെടുത്തി കളഞ്ഞു കേട്ടോ. പിന്നീട് പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് പോവാണ്. അവർക്ക് കിട്ടിയ ഒരു ഡെഡ് ബോഡി ഉണ്ടല്ലോ, നല്ല തടിയുള്ളൊരു സ്ത്രീയുടേതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ അനാട്ടമിയും ഫിസിയോളജിയും ഒക്കെ പഠിക്കുന്ന സമയത്ത് അവരുടെ ടീമിൽ ഓരോരുത്തരും ഈ ശരീരത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ്. അതായത് തടിയുള്ള ശരീരമാണല്ലോ, അപ്പൊ അതിനെ കളിയാക്കിക്കൊണ്ട്. ഇത് കേൾക്കുമ്പോൾ ഹന്നയ്ക്ക് അവളെ കളിയാക്കുന്നത് പോലെ ഫീൽ ആവുകയാണ്. കാരണം അവൾക്കും ഒരല്പം തടിയുണ്ടല്ലോ. എന്തായാലും ഈ സമയത്താണ് അവരുടെ ഗ്രൂപ്പിലെ ഒരാൾ ഈ ശവശരീരം ഉണ്ടല്ലോ അതിന്റെ നെഞ്ചിന്റെ ഭാഗം പഠിക്കുന്നതിനിടയിൽ വളരെ ശ്രദ്ധയോടുകൂടി കട്ട് ചെയ്തെടുക്കുന്നത്. എന്തായാലും അത് കൊണ്ടേ കളയണം. അത് കളയാൻ പോകുന്നത് ഹന്നയാണ്. അവൾ ഇതിപ്പോ കൊണ്ടേ കളയാണ്. മാത്രമല്ല എല്ലാവരും ക്ലാസ് വിട്ടു പോയപ്പോൾ അവൾക്കൊരാശയം തോന്നുകയാണ്. അവൾ ആരും കാണാതെ അവൾ കളഞ്ഞ ആ നെഞ്ചുംകൂടിന്റെ കഷ്ണം ഉണ്ടല്ലോ അത് നേരെ ഫർണസിലിട്ട് കത്തിച്ച് പൂർണ്ണമായിട്ടും ചാരമാക്കി കളയാണ്. എന്നിട്ട് ആ ചാരം ഉണ്ടല്ലോ സേഫ് ആയിട്ട് തന്നെ ഒരു ബോട്ടിലാക്കിയിട്ട് അവൾ വീട്ടിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ഒരു ക്യാപ്സ്യൂളിന്റെ ഷെല്ലെടുത്ത് അതിലേക്ക് ഈ ചാരം നിറക്കുകയാണ്. എന്നിട്ട് അവൾ ഉണ്ടാക്കിയ ആ ഒരു ക്യാപ്സ്യൂൾ നോക്കി കുറേ നേരം അവൾ അങ്ങനെ നിന്നു കേട്ടോ. ഇത് കഴിക്കണോ വേണ്ടയോ, കഴിക്കണോ വേണ്ടയോ, ഒരു ആശയക്കുഴപ്പം. അങ്ങനെ അവസാനം അവൾ തീരുമാനിച്ചു കഴിക്കുക തന്നെ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ആ ടാബ്ലറ്റ് ഒറ്റ വിഴുങ്ങലാണ്. വിഴുങ്ങിക്കഴിഞ്ഞ് അത് വയറ്റിലെത്തിയപ്പോൾ വയറ്റിൽ നിന്നും എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പോലെ, അവളുടെ ശരീരത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെ അവൾക്ക് ഫീൽ ആവുകയാണ്. പിന്നീട് കുറച്ച് വെള്ളം കുടിച്ച് ശരിയായിക്കോളും എന്ന് കരുതിയിട്ട് അവൾ ആദ്യം പോയിട്ട് ചാർട്ട് എടുക്കുകയാണ്. പഴയ ചാർട്ട് മുഴുവനായിട്ടും വെട്ടിക്കളഞ്ഞ് പുതിയ ചാർട്ട് എഴുതുകയാണ്. ഇന്നു മുതൽ Day 1 ഒരു പരീക്ഷണാർത്ഥം എന്താ സംഭവിക്കുക എന്ന് നോക്കാമെന്ന് തന്നെ അവൾ തീരുമാനിക്കുകയാണ്. ഇതിനുശേഷം നേരെ
പോയിട്ട് കിടക്കുകയാണ്. അവള് പോകുന്ന സമയത്ത് സാധാരണ വെയിറ്റ് നോക്കലുണ്ട്, എന്നാൽ ഇന്ന് വെയിറ്റ് നോക്കിയില്ല. പക്ഷേ ആ വെയിറ്റ് മെഷീൻ ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ അവൾ കയറി നിൽക്കാതെ തന്നെ അതിന്റെ മുകളിൽ വെയിറ്റ് വരുന്നത് പോലെ കാണിക്കുകയാണ്. അറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ഹന്ന എന്ത് ചെയ്യുന്നതെന്ന് അറിയോ? അവൾ നേരെ ജിമ്മിലേക്ക് പോയിട്ട് ജിം ട്രെയിനറോട് പറയണം, നിങ്ങളുടെ ആ ഒരു 3 month പ്രോഗ്രാം ഉണ്ടല്ലോ അതിൽ ഞാൻ ജോയിൻ ചെയ്യാം. അങ്ങനെ അതിൽ ജോയിൻ ചെയ്യാണ്. മാത്രമല്ല നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യാണ്. വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ അവളെ കൊണ്ട് താങ്ങുന്നില്ല, എന്നാലും ആ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരികയാണ്. അന്നത്തെ കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് അവൾക്ക് സഹിക്കാൻ കഴിയാത്ത വിശപ്പ് വരുന്നത്. അപ്പൊ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നേരെ കിച്ചണിലേക്ക് പോവാണ്. കിച്ചണിലേക്ക് പോയപ്പോൾ അവിടുത്തെ ടേബിളിൽ ഒരു കെറ്റിലുണ്ടായിരുന്നു. ആ കെറ്റിലിന്റെ റിഫ്ലക്ഷനിൽ അവളുടെ പിന്നിൽ എന്തോ നിൽക്കുന്നതായിട്ട് അവൾക്ക് കാണാൻ പറ്റി. എന്നാൽ പെട്ടെന്ന് തന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല കേട്ടോ. ആദ്യം ഒറ്റയടിക്ക് കണ്ടപ്പോൾ അവളൊന്ന് ഭയന്നെങ്കിലും പിന്നീട് അത് അവളുടെ തോന്നലാണെന്ന് മനസ്സിലായി. കുറച്ച് ഭക്ഷണം എല്ലാം കഴിച്ച് അവൾ നേരെ നോട്ട് ബുക്കിൽ ഈ ഒരു കാര്യം എഴുതി വെക്കുന്നുണ്ട്. അതായത് ഈ ഒരു ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു വല്ലാത്തൊരു രൂപത്തെ ഞാൻ കണ്ടു. ചിലപ്പോൾ ഇതിന്റെ ഹാലൂസിനേഷൻ ആയിരിക്കും എന്നൊക്കെ അവൾ അതിൽ എഴുതി വെക്കുന്നുണ്ട്. എന്നാൽ എന്നൊക്കെ അറിയില്ല, ഇനി മുതലാണ് അവളുടെ ലൈഫിൽ ഇനി ഓരോ പ്രശ്നങ്ങളായിട്ട് തുടങ്ങാൻ പോകുന്നത്. അവളുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും രാവിലെ ട്രെയിനിങ്ങിന് പോകും. നന്നായിട്ട് തന്നെ ജിം ട്രെയിനർ പറയുന്നത് പോലെ വർക്കൗട്ട് ചെയ്യും. ഇതിനുശേഷം അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ എത്ര ഫുഡ് വേണമെങ്കിലും അവൾ അങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ കൂടെ തന്നെ ആ ശവത്തിന്റെ ചാരം കൊണ്ടുണ്ടാക്കിയ ആ ക്യാപ്സ്യൂളും അവൾ കഴിക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. കാര്യമായിട്ട് തന്നെ ഹന്നയുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. വളരെ വേഗത്തിൽ അവളുടെ വെയിറ്റ് കുറയാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട് അവളുടെ ട്രെയിനർ തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ട്രെയിനർ പറയണം, ഹന്ന നിനക്ക് നല്ല മാറ്റം വരുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, വാ നമുക്കൊരു സെൽഫി എടുക്കാം. എന്തായാലും ഞാൻ ഇത് എന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. എന്റെ ഒരു സ്റ്റുഡന്റ് ഇതുപോലെ മെലിഞ്ഞു എന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ആ ട്രെയിനർ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹന്ന വീട്ടിലേക്ക് വന്നപ്പോൾ അവൾ ആ ഒരു പോസ്റ്റ് എടുത്ത് നോക്കുകയാണ്. അതിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് നോക്കുന്ന സമയത്താണ് കിച്ചണിൽ വെച്ച് വീണ്ടും ചില ശബ്ദങ്ങൾ അവൾ കേൾക്കുന്നത്. അവൾ നേരെ അങ്ങോട്ടേക്ക് പോയി നോക്കി. പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കെറ്റിലുണ്ടല്ലോ, ആ കെറ്റിലിന്റെ റിഫ്ലക്ഷനിൽ അവൾ ഒരു രൂപത്തെ കാണുന്നുണ്ട്. എന്നാൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി അത് അവളുടെ തോന്നലല്ല, ശരിക്കും അവിടെ എന്തോ ഒന്നുണ്ട്. എന്നാൽ പരന്ന കണ്ണാടി തൊട്ടപ്പുറത്തുണ്ട്. അതിലൂടെ നോക്കുമ്പോൾ അങ്ങനെ ഒരു രൂപത്തെ അവിടെ കാണാനില്ല. എന്താണ് ഇവിടെ നടക്കുന്നത് അവൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ എടുക്കുകയാണ്. അതിന്റെ പിറകു ഭാഗം കേഴ്വിടായിട്ട് കിടക്കുകയാണല്ലോ. സോ അതിലൂടെ നോക്കുമ്പോഴും ഇതേ രൂപത്തെ അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. സാധാരണ ഒരാൾ ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? പേടിച്ച് അവിടെ ഓടിക്കളയും. എന്നാൽ അങ്ങനെ ഹന്ന ചെയ്യുന്നില്ല. അവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ആ സ്പൂണ് പിടിച്ച് അവൾ കണ്ട ആ ഒരു രൂപം ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്ക് പതിയെ പതിയെ അവൾ പോവാണ്. എന്നിട്ട് ആ രൂപത്തിന് വളരെ വ്യക്തമായിട്ട് തന്നെ അവൾ നോക്കുന്നുണ്ട്. ആ സമയത്താണ് ഞെട്ടിക്കുന്ന ആ ഒരു കാര്യം അവൾ മനസ്സിലാക്കുന്നത്. അവളുടെ അടുത്ത് നിൽക്കുന്ന ആ രൂപം ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ അത് മറ്റാരുമല്ല, ഇവർക്ക് പഠിക്കാനായിട്ട് ലാബിലേക്ക് കൊണ്ടുപോയി കൊടുത്തില്ലേ ഒരു ശവശരീരം, നല്ല തടിയുള്ള ഒരു സ്ത്രീയുടെ ശവശരീരം, ആ സ്ത്രീ തന്നെയാണ് അവളുടെ അരികിൽ ഇങ്ങനെ നിൽക്കുന്നത്. ശരിക്കും ഒരു ഞെട്ടലോടെയാണ് ഹന്ന ആ കാര്യം മനസ്സിലാക്കിയത് കേട്ടോ. പിന്നീട് ഹന്നയ്ക്ക് മനസ്സിലായി ആ സ്ത്രീയുടെ ശരീരത്തിന്റെ ഒരു കഷ്ണം കത്തിച്ച ആ ചാരം ഉപയോഗിച്ചാണല്ലോ അവൾ ഈ ക്യാപ്സ്യൂൾ ഉണ്ടാക്കി കഴിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ആ സ്ത്രീയുടെ ആത്മാവ് അവളുടെ കൂടെ നിൽക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. ഇപ്പൊ ഹന്നയെ കാണാൻ വേണ്ടി അവളുടെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ വന്നു നോക്കുമ്പോൾ അവിടെ ആകെ വൃത്തികേടായി കിടക്കുകയാണ്. ഹന്നെ അമ്മ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. ഇതെല്ലാം വൃത്തിയാക്കി വെച്ചോടെ, എന്തിനാണ് ഇങ്ങനെ അലങ്കോലമായി ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ അമ്മ അവളോട് ഒരു കാര്യം പറയുന്നുണ്ട്, മോളെ കുറേ നാളായിട്ട് ഞാൻ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, ഒരു സ്ഥലം, ആ സ്ഥലത്തേക്ക് എനിക്ക് പോകണമെന്നുണ്ട്. എന്തായാലും ഇന്ന് ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. അല്ല അപ്പൊ വീട്ടിൽ അച്ഛൻ ഒറ്റയ്ക്കാവില്ലേ എന്ന് ഹന്ന ചോദിച്ചപ്പോ, ഓ നിന്റെ അച്ഛന്റെ കാര്യം സത്യം പറഞ്ഞാൽ മടുത്തു മോളെ, അങ്ങേരുടെ ആ ഒരു സ്വഭാവം കാരണം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഇത്രയും നാൾ ഞാൻ നോക്കിയില്ലേ, ഇനി എന്റെ ഇഷ്ടത്തിന് ഞാൻ കുറച്ച് ദിവസം നടക്കട്ടെ. അപ്പോ കുറച്ചു നാൾ എന്തായാലും നീ നിന്റെ അച്ഛനെ നോക്കില്ലേ, ഞാൻ എന്തായാലും പോവാന്ന് പറഞ്ഞിട്ട് അവളുടെ അമ്മ പോവാണ്. അമ്മ പോയി കഴിഞ്ഞപ്പോൾ അച്ഛനെ വിളിക്കാനൊക്കെ അവൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അച്ഛൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഒരു മുരട്ട് സ്വഭാവമാണ്. അങ്ങനെ ഫോൺ എടുക്കുകയൊന്നുമില്ല, സംസാരിക്കുകയൊന്നുമില്ല. എന്തായാലും ഇതിന് ശേഷം എന്താണ് നമ്മൾ ഹന്ന ചെയ്യുക? സ്ഥിരം പരിപാടി തന്നെ, തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ, ഇഷ്ടമുള്ളത് മൂക്കുമുട്ടേ കഴിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം അവൾ നേരെ പോയി കിടന്നുറങ്ങുകയാണ്. ഇതേ നേരം അവൾ നോക്കുമ്പോൾ അവളുടെ തൊട്ട് മുകളിലായിട്ട് ആ സ്ത്രീയുടെ രൂപം കാണുകയാണ്. അതായത് അവൾ പഠിക്കാൻ കൊണ്ടുവന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയെ തന്നെ. അതിപ്പോ പതിയെ പതിയെ താഴേക്ക് വരികയാണ്, അവളുടെ ശരീരത്തോട് ഒട്ടിച്ചേരുന്നുണ്ട്. ഇത് കണ്ട ഹന്ന ഞെട്ടി എഴുന്നേൽക്കുകയാണ്. നോക്കുമ്പോൾ അത് വെറൊരു സ്വപ്നമായിരുന്നു. എന്നാൽ ഇതൊന്നും ഹന്ന വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. ദിവസങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. അവളുടെ സ്ഥിരം പരിപാടി തന്നെ, നന്നായിട്ട് ഭക്ഷണം കഴിക്കും, ട്രെയിനിങ്ങിനും പോവും, നന്നായിട്ട് വർക്കൗട്ടും ചെയ്യും, അതിന്റെ കൂടെ തന്നെ ആ ക്യാപ്സ്യൂളും കഴിക്കും. സോ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതോറും എന്താ സംഭവിക്കുന്നത്? അവളുടെ വെയിറ്റ് നല്ല രീതിയിൽ കുറയാണ്, നന്നായിട്ട് ഫിറ്റായി വരികയാണ്. ഇതിനിടയിൽ ഈ ട്രെയിനർ ഉണ്ടല്ലോ, ആ ട്രെയിനറോട് നമ്മുടെ ഹന്നയ്ക്ക് എന്തോ ഒരു അട്രാക്ഷൻ പോലെ, അവളെ കാണുമ്പോൾ ക്രഷ് അടിക്കുക. എന്നാൽ ആ ട്രെയിനർക്കാണെങ്കിൽ ഹന്നയെ കാണുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നുകയാണ്. ഒരിക്കലും ഇങ്ങനെ
സംഭവിക്കാൻ പാടില്ല. ഇത്രയും പെട്ടെന്ന് ആരുടെയും വെയിറ്റ് കുറയാറില്ല. ഈ ഒരു കാര്യം പിന്നീട് ഹന്നയോട് ട്രെയിനർ ചോദിക്കുന്നുണ്ട്. ഹന്ന, നീ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ വർക്കൗട്ടിന്റെ കൂടെ തന്നെ വേറെ എന്തെങ്കിലും മരുന്നോ കാര്യങ്ങളോ കഴിക്കുന്നുണ്ടോ ഈ തടി കുറയാൻ വേണ്ടിയിട്ട്? ഇനി അതല്ലെങ്കിൽ നീ തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടോ? എന്തായാലും നീ കാണിക്കുന്നത് വളരെ മോശമാണ്. നേരായ വഴിയിൽ മാത്രമേ തടി കുറക്കാൻ പാടുള്ളൂ. ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് നീ നിന്റെ തടി കുറക്കുകയാണെങ്കിൽ അത് നിന്റെ ശരീരത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഞാൻ പറയുന്ന ഈ കാര്യം നീ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. നീ എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അതെന്നോട് നീ പറയണ്ട, പക്ഷേ നീ അത് നിർത്തിക്കോ. അത് നല്ലതല്ല. നേരായ രീതിയിൽ നല്ല ഭക്ഷണം കഴിച്ച് നല്ല വർക്കൗട്ടുകൾ ചെയ്ത് പതിയെ തടി കുറച്ചാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് ഹന്ന തലയാട്ടിയിട്ട് നേരെ പോവാണ്. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഷോപ്പിൽ കയറിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചോക്ലേറ്റും ഫാസ്റ്റ് ഫുഡും ഇതെല്ലാം മേടിച്ചൊരു കവറിൽ നിറച്ച് അവൾ നേരെ വീട്ടിലേക്ക് ചെല്ലാണ്. എന്നാൽ കഴിക്കാൻ നോക്കുമ്പോൾ കഴിക്കാൻ തോന്നില്ല. ട്രെയിനർ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. അതുകൊണ്ട് തന്നെ അവൾ എന്താക്കി ആ ഒരു കവർ ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് വെക്കുകയാണ്. ഇന്ന് കഴിക്കേണ്ടെന്ന് തന്നെ തീരുമാനിക്കുകയാണ്. എന്നാൽ ഹന്ന അവിടുന്ന് പോയ സമയത്ത് ആ ബാഗിലുണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് മാത്രം അവളുടെ അടുത്തേക്ക് ആരും എറിയാണ്. അവൾക്കത് എറിഞ്ഞു കൊടുത്തത് മറ്റാരുമല്ല, ആ ഒരു ആത്മാവ് തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാൽ സത്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചു പോവല്ലേ ചെയ്യുക. എന്നാൽ ഹന്ന പേടിക്കുകയല്ല ചെയ്തത്. ആ ഒരു പ്രേതം അല്ലെങ്കിൽ ആ ആത്മാവ് എറിഞ്ഞു കൊടുത്ത ആ ഒരു ചോക്ലേറ്റ് അവൾ വേഗം എടുത്ത് കഴിക്കുകയാണ്. ഇപ്പൊ പതിയെ പതിയെ അവളുടെ അടുത്തേക്ക് ആ ഒരു കവർ വരുന്നുണ്ട്. അവൾ ഒന്നും നോക്കിയില്ല, കവർ തുറക്കുകയാണ്. അതിലുണ്ടായിരുന്നത് മുഴുവൻ ആർത്തിയോടെ വലിച്ചു വാരി തിന്നുകളയാണ്. അങ്ങനെ ആ ദിവസവും കഴിഞ്ഞു. അവൾ നേരെ കോളേജിലേക്ക് പോവാണ്. ഇന്ന് പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട്. മാത്രമല്ല ആ ഒരു ബോഡിയെക്കുറിച്ച് അവൾ കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മരിച്ചുപോയ സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ ആ ഒരു മെഡിക്കൽ റിപ്പോർട്ട് അവൾ വായിക്കുന്നത്. സത്യത്തിൽ ആ സ്ത്രീ മരിക്കാൻ കാരണം അവരുടെ വയറ്റിലുണ്ടായിരുന്ന ഒരു ക്യാൻസർ ആയിരുന്നു. ആ ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ ശരിക്കും ഹന്ന ഞെട്ടിപ്പോവാണ്. ക്യാൻസർ കാരണം മരിച്ചുപോയൊരു സ്ത്രീയുടെ ശരീരം കത്തിച്ച ആ ചാരമാണല്ലോ അവൾ കഴിച്ചത്. അത് ആലോചിച്ച് വല്ലാത്തൊരു പേടി അവളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. പിന്നെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ജിമ്മിനും പോവാണ്. ജിമ്മിന് പോയി വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അവൾ ആ ഒരു ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയപ്പോൾ അവളുടെ ശരീരം നോക്കുകയാണ്. നോക്കുമ്പോൾ എന്താണ്, എല്ലുകളൊക്കെ കാണാൻ തുടങ്ങി. അവൾ വളരെയധികം സ്ലിം ആയിരിക്കുകയാണ്. എന്താണോ അവൾ ആഗ്രഹിച്ചത് ആ പൊസിഷനിലേക്ക് ഇപ്പൊ എത്തിയിരിക്കുകയാണ്. വെറൊരു സ്വപ്നം മാത്രമാണ്, ഒരിക്കലും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച ആ അവസ്ഥയിലേക്കാണ് അവൾ എത്തിയിരിക്കുന്നത്. അവൾ ഡ്രസ്സ് മാറുന്ന ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ജിം ട്രെയിനർ വരുന്നത് കേട്ടോ. അവൾ വരുമ്പോൾ തന്നെ അവളുടെ നോട്ടത്തിൽ എന്തോ ഒരു വശപ്പിശക്ക് നമ്മുടെ ഹന്നയ്ക്ക് ഫീലായി. പതിയെ അവളുടെ അടുത്തേക്ക് എത്തുകയാണ്. കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് തന്നെ സംസാരിക്കുകയാണ്. ഇപ്പൊ ട്രെയിനർ ചോദിക്കുകയാണ്, എന്താണ് ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞോ? എന്തായാലും നമുക്ക് നാളെ കാണാന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു കിസ് അടിച്ച് ട്രെയിനർ അവിടെ നിന്ന് പോവാണ്. എന്നാൽ ഇതോട് കൂടിയിട്ട് ഹന്നയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഹന്ന വിചാരിക്കുകയാണ്, എന്നെ കാണാൻ ഇപ്പൊ നല്ല ഭംഗിയാണ്, അതുകൊണ്ടാണല്ലോ ട്രെയിനർ അടുത്തേക്ക് വന്നതും ഒന്ന് കിസ് അടിച്ചതും. പിന്നീട് വീട്ടിലേക്ക് വന്ന ഹന്ന ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഇനി നേരായ ഭക്ഷണം മാത്രം, നല്ല വർക്കൗട്ടും, അല്ലാതെ ഉഡായിപ്പ് പരിപാടി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു ക്യാപ്സ്യൂൾ എടുത്തു, അത് പൊട്ടിക്കുകയാണ്. അതിന്റെ ഉള്ളിലെ ചാരം മുഴുവനും ഒരു ചെറിയ പാത്രത്തിൽ ഇട്ടതിനു ശേഷം അവൾ അത് ആരും കാണാത്ത രീതിയിൽ എടുത്തു വെക്കുകയാണ്. പിന്നീട് ട്രെയിനർ പറഞ്ഞതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കാൻ അവൾ തീരുമാനിക്കുകയാണ്. അപ്പൊ വെജിറ്റബിൾസ് ഒക്കെ ആ ഒരു ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് കട്ട് ചെയ്തിട്ട് അവൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ അവൾ കേൾക്കുന്നത്. ആ ഫ്രിഡ്ജിന്റെ ഡോറ് അത് തനിയെ തുറക്കുകയാണ്. ആ ആത്മാവ് അവളോട് പറയുന്നുണ്ട്, പോയി കഴിക്ക്, നല്ല ഭക്ഷണമുണ്ട്, നിനക്ക് വിശക്കുന്നുണ്ട്, നീ അത് പോയി എടുക്കുന്ന് പറയാണ്. പിന്നീട് ഹന്ന നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ആ ഭക്ഷണം എന്തോ ഒരു പലഹാരമാണ്, അത് അവൾ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ കഴിക്കാൻ അവളെ കൊണ്ട് ആകുന്നില്ല, അവളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. പക്ഷേ അവളെ കൊണ്ട് അത് കഴിപ്പിക്കാൻ ആ ആത്മാവ് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ സ്പൂണിലൂടെ നോക്കുമ്പോൾ ആ രൂപം, ആ ആത്മാവ് അവളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എന്നാൽ നേരത്തെ കണ്ടതിനേക്കാൾ വളരെയധികം ആ ആത്മാവിന് തടി ഓടിയിരിക്കുകയാണ്. വല്ലാത്ത തടി, കാണുമ്പോൾ തന്നെ പേടിയാവുന്ന ഒരു രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ ഹന്ന എന്താ ചെയ്തതെന്നറിയോ? അവൾ ആ ഭക്ഷണം കഴിച്ചില്ല, വേഗം തന്നെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് കൊട്ടയിൽ ഇടുകയാണ്. കഴിക്കില്ല എന്ന വാശിയിൽ തന്നെ അവൾ നേരെ റൂമിൽ പോയി കിടക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ആ ഒരു ആത്മാവിന് വല്ലാതെ ദേഷ്യം വരികയാണ്. അവളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് അത് പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവിടെ വന്ന് അവളെ വല്ലാതെ ശല്യപ്പെടുത്താൻ തുടങ്ങുകയാണ്. ഓരോ വസ്തുക്കളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് എറിയാണ്. ഇത് കണ്ട് പേടിച്ചു പോയ ഹന്ന ആ സാധനം ഉള്ളിലേക്ക് വരണ്ട എന്ന് കരുതിയിട്ട് ഡോർ അടക്കാൻ വേണ്ടി പോവാ. അപ്പോഴും അവിടെയുള്ള ഓരോ സാധനങ്ങൾ എടുത്തെറിഞ്ഞ് അത് അവളെ വല്ലാതെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. പേടിപ്പിച്ച് അവളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ നോക്കുകയാണ്. എന്തായാലും കഥ കടച്ച് ഹന്ന വേഗം പോയി കിടക്കുന്നുണ്ട് കേട്ടോ. പുതച്ചു മൂടി കിടക്കുകയാണ്. എന്തായാലും ഇന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന ആ ഒരു വാശിയിൽ തന്നെ. എന്നാൽ അർദ്ധരാത്രിയായ സമയത്ത് അവളുടെ ശരീരത്തെ അവൾ പോലും അറിയാതെ കൺട്രോൾ ചെയ്ത് ആ പ്രേതം നേരെ അവളെ അടുക്കളയിലേക്ക് കൊണ്ടുപോവാണ്. മാത്രമല്ല ഫ്രിഡ്ജ് തുറന്ന് ഹന്ന ഇപ്പോൾ അതിലുണ്ടായിരുന്ന ഓരോ ഭക്ഷണവും പതിയെ പതിയെ പെറുക്കിയെടുത്ത് തിന്നാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് അവളുടെ കണ്ണ് കണ്ടോ? ആ കണ്ണിന്റെ ചലനം കണ്ടാൽ അറിയാം അവളുടെ ശരീരം ആ ആത്മാവ് കൺട്രോൾ ചെയ്യുകയാണ്. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞു ഹന്നയ്ക്ക് അവളുടെ സ്വഭാവം തിരിച്ചു കിട്ടി. അവൾ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഒരു തരി പോലും ഒന്നുമില്ല, എല്ലാം അവൾ തിന്ന് തീർത്തിരിക്കുകയാണ്. ഹന്ന ആകെ പേടിച്ചുപോയി. ഇത് വലിയൊരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഹന്ന പോകുന്നത് അവൾക്ക് ഈ ടാബ്ലറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത അവളുടെ കൂട്ടുകാരി ഉണ്ടല്ലോ മെലീസയെ കാണാനാണ്. ഇപ്പൊ മെലീസയോട് ചോദിക്കുകയാണ്, അല്ല നീ ആ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞപ്പോൾ നിനക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇപ്പൊ മെലീസ പറയാണ്, തുടക്കത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഹാലൂസിനേഷൻ, അതുപോലെ തന്നെ ഓരോരുത്തരെ ഇങ്ങനെ കാണുക, ഒരു വിസിലടിക്കുന്ന ശബ്ദം, അങ്ങനെയൊക്കെ, അല്ലാതെ വേറൊന്നുമില്ല. എന്നാൽ മെലീസ ഈ കാര്യം പറഞ്ഞപ്പോൾ ഹന്നയ്ക്ക് പെട്ടെന്ന് ആ ഒരു കാര്യം ഓർമ്മ
ഓർമ്മ വരികയാണ്. അന്ന് ആ ഒരു ബാറിൽ വെച്ച് ആദ്യമായിട്ട് മെലീസ ഒരു ടാബ്ലറ്റ് കൊടുത്തില്ലേ, ആ ടാബ്ലറ്റ് കഴിച്ച് പിറ്റേ ദിവസം രാവിലെ അവൾ എഴുന്നേൽക്കുമ്പോൾ ഹന്നയും അതുപോലെ തന്നെ ഒരു വിസിലിന്റെ ശബ്ദം കേട്ടായിരുന്നു. അതായത് മെലീസയും മരിച്ചുപോയ ഏതൊരു മനുഷ്യന്റെ ചാരം തന്നെയാണല്ലോ ക്യാപ്സ്യൂളായിട്ട് കഴിച്ചത്. സോ അന്ന് അവൾക്ക് കണ്ട ആ കാര്യം ഹന്നയ്ക്കും ഫീൽ ചെയ്യാൻ പറ്റി. എന്നാൽ മെലീസ ഇപ്പൊ പറയുന്നത്, നിലവിൽ എനിക്കിപ്പോ യാതൊരു പ്രശ്നവുമില്ല, എനിക്ക് അങ്ങനത്തെ ശബ്ദവും കേൾക്കുന്നില്ല, വേറൊരു പ്രശ്നവുമില്ല. ഇനി പദവ ഹന്ന നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വെറും നിന്റെ ഹാലൂസിനേഷൻസ് ആയിരിക്കും. ഒരു കാര്യം ചെയ്യും, നല്ലൊരു ഡോക്ടറെ പോയി കാണും, എന്തെങ്കിലും ഒരു മരുന്ന് കഴിച്ചാൽ നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറുമായിരിക്കും. എന്തായാലും ഹന്ന പിന്നീട് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു പ്രശ്നങ്ങളൊക്കെ പറയാണ്. ഒരു ഫുൾ ബോഡി സ്കാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം ഹന്നയോട് ഡോക്ടർ പറയുന്നത്. ഹന്ന, ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ പേടിക്കൊന്നും വേണ്ട, എന്നാൽ അത്ര നിസാരമായിട്ട് ഇതിനെ കാണുകയും വേണ്ട. നിന്റെ വയറ്റിൽ ചെറിയൊരു ഗ്രോത്ത്, ഒരു ക്യാൻസർ ആണെന്ന് തോന്നുന്നു. എന്നാൽ നിലവിൽ നീ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് അത്ര വലിയ പ്രശ്നമായിട്ടുള്ള രീതിയിലല്ല ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഫ്യൂച്ചറിൽ അത് കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നമായേക്കും, നന്നായിട്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നത്. എന്നാൽ ഇത് കേട്ട ഹന്ന ശരിക്കും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ആ അസുഖം വന്നതിലല്ല, അതിനേക്കാൾ അവളെ ഞെട്ടിച്ചത് ആ സ്ത്രീ ഉണ്ടല്ലോ, മരിച്ചുപോയ സ്ത്രീ. ആ സ്ത്രീയുടെ ശരീരം കത്തിച്ചാണല്ലോ, അതിന്റെ ചാരമാണല്ലോ അവൾ കഴിച്ചത്. ആ സ്ത്രീ മരിക്കാൻ കാരണം ഇതുപോലെ തന്നെ വയറ്റിൽ ക്യാൻസർ വന്നിട്ടാണ്. അതേ പ്രശ്നം തന്നെ ഇപ്പൊ ഹന്നയ്ക്ക് വന്നിരിക്കുകയാണ്. അത് ആലോചിക്കുമ്പോഴാണ് അവൾക്ക് കൂടുതൽ പേടിയാവുന്നത്. എന്തായാലും ഇതിനുശേഷം അവൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. വീടിന്റെ പുറത്ത് നിന്ന് അങ്ങോട്ടേക്ക് തന്നെ നോക്കുകയാണ്. അങ്ങോട്ടേക്ക് കയറിയാൽ ആ ആത്മാവ് അവിടെയുണ്ട്, അവളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുന്ന അവൾക്ക് അറിയാം. ഇപ്പൊ ഹന്ന വീട്ടിലേക്ക് പോവാതെ നേരെ ലൈബ്രറിയിലേക്ക് പോയിട്ട് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴുണ്ട് വല്ലാണ്ട് അവൾക്ക് വിശക്കുന്നു, വയറെല്ലാം കത്തി എരിയുന്നത് പോലെ. ഭക്ഷണം കഴിക്കാനായിട്ട് വല്ലാത്തൊരു വെമ്പൽ അവൾക്ക് തോന്നുന്നുണ്ട്. എന്നാൽ ഹന്ന വിചാരിക്കുന്നത്, ഞാൻ കഴിക്കില്ല, ഭക്ഷണം കഴിക്കില്ല എന്ന് തന്നെയുള്ള ആ വാശിയിലാണ്. എന്നാൽ അവൾ പോലും അറിയാതെ അവളുടെ ശരീരത്തെ ആ ആത്മാവ് കൺട്രോൾ ചെയ്യാണ്. അവളുടെ കണ്ണിന്റെ ചലനം പതിയെ പതിയെ മാറാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് തന്നെ ഹന്ന സ്വബോധത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. പിന്നീട് എങ്ങനെയൊക്കെയോ വീട്ടിലേക്ക് പോയി അന്നത്തെ ദിവസവും കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയായി. വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് നേരെ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് പോകണം. അവിടെ ഇപ്പോഴും ആ ഒരു മൃതദേഹമുണ്ട്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിക്കുന്നതിനിടയിൽ ആ ശരീരത്തിന്റെ ഒരു ഭാഗം കട്ട് ചെയ്തപ്പോൾ ഹന്നയ്ക്ക് തോന്നുകയാണ് ഇത് നല്ല രുചിയുള്ള എന്തോ ഒരു കേക്കാണെന്ന്. അപ്പൊ അവൾ ആ രീതിയിൽ അത് എടുക്കുകയാണ്. ഇത് കണ്ട് ബാക്കിയുള്ള പിള്ളേർക്ക് കണ്ടിട്ട് അറപ്പ് വരെ തോന്നുന്നുണ്ട്. ഇവൾ എന്ത് ഈ ചെയ്യുന്നതെന്ന് കരുതിയിട്ട് അവരങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഹന്നയ്ക്ക് സുബോധം തിരിച്ചു കിട്ടുകയാണ്. അവൾ അവിടുന്ന് വേഗം പോകുന്നുണ്ട്. ഇത് കണ്ടപാട് തന്നെ അവളുടെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ ഫ്രണ്ട്, ചുരുളമുടിയുള്ള ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവളുടെ പേര് ജോസി എന്നാണ്. ജോസി വന്നിട്ട് ചോദിക്കുകയാണ്, ഹന്ന നിനക്ക് എന്താ പറ്റിയത്? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക, പെരുമാറ്റത്തിലൊക്കെ ഭയങ്കര മാറ്റമുണ്ട് കേട്ടോ. ഹന്ന ശരിക്കും എന്താ പറ്റിയത് നിനക്ക്? നിന്റെ വെയിറ്റ് എങ്ങനെ ഇങ്ങനെ കുറയുന്നത്? തടി കുറയാനായിട്ട് നീ വല്ല മരുന്നും കഴിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമെന്ന് പറയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ഹന്ന ജോസിയോട് പറയാണ്, ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് എന്താടി? എനിക്കിങ്ങനെ തടി കുറയുന്നതിൽ നിനക്ക് അസൂയല്ലേ? ഇപ്പൊ ജോസി പറയാണ്, ഹന്ന നിന്റെ ഈ ചിന്താഗതി ആദ്യം മാറ്റ്. തടി ഉണ്ടെങ്കിൽ എന്താ? തടിയുള്ളവരെന്താ മനുഷ്യരല്ലേ? ആദ്യം നിന്റെ ഈ അപകർഷതാബോധം ഉണ്ടല്ലോ അത് മനസ്സിൽ നിന്ന് മാറ്റിവെക്ക്. സ്വന്തം ശരീരത്തെ ടോർച്ചർ ചെയ്യുന്ന ഇങ്ങനെയുള്ള പരിപാടികൾ അത് നീ നിർത്ത്. എന്നാൽ നിന്റെ മാനസികാവസ്ഥ അത് പഴയതുപോലെ തന്നെ ആയിക്കോളും. ഇത് പറഞ്ഞിട്ട് ജോസി അവിടുന്ന് പോകണം. ഹന്നയാണെങ്കിൽ ഒരു പുച്ഛത്തോട് കൂടിയിട്ടാണ് ഇതിനെയൊക്കെ നോക്കുന്നത്. എന്തായാലും പിന്നീട് ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഹന്ന നേരെ പോകുന്നത് ആ ജിം ട്രെയിനർ ഉണ്ടല്ലോ അവളുടെ വീട്ടിലേക്കാണ്. രണ്ടുപേർക്കിടയിൽ നേരത്തെ ഒരു ക്രഷും കെമിസ്ട്രിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. സോ അപ്പൊ അതിനു വേണ്ടി തന്നെയാണ് അങ്ങോട്ടേക്ക് പോയത്. രണ്ടുപേരും അവിടുന്ന് റൊമാൻസ് ചെയ്യാണ്. അപ്പൊ അവരുടെ ആ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞു. രാത്രിയായി കഴിഞ്ഞപ്പോൾ ഹന്നയ്ക്ക് അവളുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. സത്യം പറഞ്ഞാൽ അവൾ പോലും അറിയാതെ അവൾ എഴുന്നേറ്റ് പോവാണ്. ജിം ട്രെയിനറുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഫ്രിഡ്ജ് തുറന്ന് അതിലുണ്ടായിരുന്ന എല്ലാം വലിച്ചു വാരി അവൾ തിന്നാണ്. ഇപ്പൊ ഈ ശബ്ദം കേട്ട് ട്രെയിനർ വന്ന് നോക്കുമ്പോൾ നിലത്ത് മുഴുവൻ ഭക്ഷണങ്ങൾ അങ്ങനെ പെറുക്കി വെച്ചിരിക്കുക. ഒരുവിധം എല്ലാം അവള് തിന്ന് തീർത്തിട്ടുമുണ്ട്. ഇപ്പൊ ട്രെയിനർ വന്ന് ഹന്നയെ വിളിച്ചപ്പോ അപ്പോഴാണ് ഹന്നയ്ക്ക് സ്വബോധം തിരിച്ചു കിട്ടുന്നത്. അയ്യോ, ഞാൻ ഈ കാണിച്ചത് ഭയങ്കര മോശമായി പോയി, സോറി കേട്ടോ, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവള് വേഗം തന്നെ ആ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് സ്ട്രീറ്റിൽ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. ഈ കേൾവിടായിട്ടുള്ള ഈ വളവിലെല്ലാം വെക്കുന്ന സൈസ് മിറർ ഉണ്ടല്ലോ, അതുപോലത്തെ. ആ മിററിലേക്ക് നോക്കിയപ്പോ വീട്ടിൽ വെച്ച് അവള് കാണുന്ന ആ സ്ത്രീയുടെ ആത്മാവിനെ വീണ്ടും കാണുകയാണ്. ഇത്രയും ദിവസം വീടിനുള്ളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പൊ ആ ആത്മാവ് പുറത്തേക്കും വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹന്നയ്ക്ക് വീണ്ടും വിശപ്പ് വരികയാണ്. സഹിക്കാൻ കഴിയുന്നില്ല. ഒരു ബർഗർ ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. ആവശ്യത്തിന് മേടിച്ച് കഴിച്ച് അവൾ നേരെ പോകുന്നത് അവളുടെ അച്ഛനും അമ്മയും താമസിക്കുന്ന ആ വീടുണ്ടല്ലോ അങ്ങോട്ടേക്കാണ്. അവിടെ പോയ പാട് തന്നെ റൂമിൽ കയറി അവൾ ഒളിച്ചിരിക്കുകയാണ്. അവളുടെ പിന്നാലെ ആത്മാവ് വരില്ല എന്ന ഒരു പ്രതീക്ഷയിൽ പിന്നീട് പുറത്തേക്ക് നോക്കുമ്പോൾ ജനലിന്റെ അപ്പുറത്തായിട്ട് അത് നിൽക്കുന്നതായിട്ട് അവൾ കാണുകയാണ് കേട്ടോ. ശരിക്കും അവൾ പേടിച്ചു. ഇനി എങ്ങാനും അത് വന്ന് അവളെ ഉപദ്രവിച്ചാലോ എന്ന് കരുതിയിട്ട് അത് പോകാൻ വേണ്ടി അവൾ എന്ത് ചെയ്തെന്നറിയോ? മേടിച്ചു കൊണ്ടുവന്ന ആ ഭക്ഷണത്തിൽ ബാക്കിയുള്ളതും വലിച്ചു വാരി കഴിക്കുകയാണ്. ഇതേ നേരം തന്നെ ആ ആത്മാവ് ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. മാത്രമല്ല അത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കട്ടിലിൽ പോയി കിടക്കുകയാണ്. ആ കട്ടിലിന്റെ ഒരു ഭാഗം തന്നെ ആകെ താന്നു പോവാണ്. അത്രത്തോളം അതിന്റെ ആ ഒരു വെയിറ്റ് കൂടിയെന്നാണ് ഇവിടെ കാണിക്കുന്നത്. എന്തായാലും അവൾ ആ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ആത്മാവ് അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ ഇതിനുശേഷം ഹന്ന എന്താക്കിയെന്ന് അറിയോ? ആ വീട്ടിലുണ്ടായിരുന്ന ഫ്രിഡ്ജിലുള്ള എല്ലാ ഫുഡും കാര്യങ്ങളും അവളുടെ റൂമിൽ കൊണ്ടുപോയി വെക്കുകയാണ്. മാത്രമല്ല അവളുടെ അമ്മ അന്ന് ഫിറ്റ് ചെയ്ത ആ ഒരു CCTV ഉണ്ടല്ലോ അത് കൊണ്ടുവന്ന് അവൾ അവളുടെ റൂമിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് അവൾ കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇന്നലെ അവൾ കൊണ്ടുവന്ന് വെച്ചാൽ ഫുഡൊന്നും കാണാനില്ല, മുഴുവനായിട്ടും തിന്നു തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ വേഗം ആ ഒരു CCTV വിഷ്വൽസ് എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് എന്താ? ഹന്ന രാത്രി സ്വബോധമില്ലാതെ
എണീച്ച് ആ ഫുഡ് മുഴുവൻ തിന്നു തീർത്തു. അതും പോരാഞ്ഞിട്ട് ദേഹത്തെല്ലാം തേക്കുന്ന ഒരു ക്രീം ഉണ്ടല്ലോ, ആ ക്രീം വലിച്ചു വാരി തിന്നുകയാണ്. ഇത് കണ്ട് ഓക്കാനും വന്ന ഹന്ന ഇപ്പോ വായിൽ കൈയിട്ട് ഛർദ്ദിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും പുറത്തേക്ക് വരുന്നില്ല. എന്തായാലും ഇതിനി സഹിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയില്ല, എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഹന്ന അവളുടെ കോളേജിലെ കൂട്ടുകാരി ഉണ്ടല്ലോ ജോസിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഈ കാര്യങ്ങൾ തുറന്നു പറയാണ്. ജോസിയ, അന്ന് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടെങ്കിലും നീ അന്ന് എന്റെ നല്ലതിനു വേണ്ടിയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ എന്തായാലും എല്ലാ കാര്യം പറയാം. നമ്മൾ അന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയുടെ ശവശരീരം എടുത്തില്ലേ, ഞാൻ അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗം കത്തിച്ച് ചാരമാക്കി അതൊരു ക്യാപ്സ്യൂളായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്റെ വെയിറ്റ് കുറയുന്നത്. പിന്നീടുണ്ടായ ഓരോ കാര്യങ്ങളും ഹന്ന പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ അമിതമായിട്ടുള്ള വിശപ്പ്, ആ വിശപ്പ് അവൾക്ക് കൊടുക്കുന്നത് ആ ഒരു ആത്മാവാണ്. അതുപോലെ തന്നെ വിശപ്പ് വന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അവളെ ആ ഒരു ആത്മാവ് ടോർച്ചർ ചെയ്യും. അങ്ങനെ ഈ കാര്യം മുഴുവനും ജോസിയോട് പറയുമ്പോൾ അവൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഹന്ന വേഗം തന്നെ ഒരു സ്പൂൺ എടുത്ത് നീ നോക്കിക്കോ, ഇതിലിപ്പോ ആ പ്രേതത്തിന്റെ റിഫ്ലക്ഷൻ കാണാൻ കഴിയും. എന്നാൽ ഹന്ന നോക്കുമ്പോഴും ജോസി നോക്കുമ്പോഴും ഒന്നും കാണുന്നില്ല. ഇപ്പൊ ഹന്ന പറയുന്നത്, എനിക്ക് വിശപ്പില്ലാത്തത് കൊണ്ടാണ് ആ പ്രേതത്തിനെ കാണാത്തത്, ഇപ്പൊ നോക്കിയോ ഞാൻ കാണിച്ചു തരാറുണ്ട്. അവള് വേഗം അതെല്ലാം അവിടെ വെച്ച് ജമ്പിങ് ജാക്സ് ചെയ്യാണ്, അതായത് വർക്കൗട്ട് ചെയ്യാണ്. ഇപ്പൊ ഇവള് നന്നായിട്ട് ടയർഡായല്ലോ, ടയർഡാകുമ്പോൾ വിശപ്പ് വരുമല്ലോ. ഇപ്പൊ ആ ഒരു സ്പൂണിലൂടെ നോക്കുമ്പോൾ ഹന്നയ്ക്ക് ആ ആത്മാവിനെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ജോസിക്കാണെങ്കിൽ കാണാൻ കഴിയുന്നില്ല. ജോസി പറയുന്നത്, ഹന്ന നീ എന്തൊക്കെയാ പറയുന്നത്, എനിക്കൊന്നിനെയും കാണാൻ പറ്റുന്നൊന്നുമില്ല. പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പുസ്തകങ്ങൾ ആരോ ഒരാൾ വന്നിട്ട് എടുത്ത് എറിയുന്നത്. ഇത് കണ്ടപ്പോഴാണ് ജോസിക്ക് കാര്യം മനസ്സിലായത്. ഇവള് പറയുന്നതിൽ എന്തൊക്കെയോ ചില സത്യങ്ങളുണ്ട്. മാത്രമല്ല ഹന്നയ്ക്ക് ഇപ്പൊ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും റെസ്റ്റോറന്റിലേക്ക് പോവാണ്. അങ്ങനെ ഭക്ഷണം ഓർഡർ ചെയ്ത് ഹന്ന കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവളുടെ ഈ കഴിക്കൽ കണ്ട് ജോസി എന്നെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതൊക്കെ എങ്ങോട്ടേ പോകുന്നതെന്നാണ് ജോസി വിചാരിക്കുന്നത്. മാത്രമല്ല അവളിങ്ങനെ ഭക്ഷണം കഴിക്കും തോറും ആ ആത്മാവിന്റെ ശരീരവും വലുതായി വരികയാണ്. യഥാർത്ഥത്തിൽ ആ ആത്മാവിന് എന്താ വേണ്ടതെന്ന് ജോസി ചോദിക്കുമ്പോൾ ഹന്ന പറയണത്, എനിക്കറിയില്ല, നമുക്ക് എന്തായാലും അത് കണ്ടുപിടിക്കണം എന്ന് പറയണം. അങ്ങനെ ഇവർ രണ്ടുപേരും മരിച്ചുപോയ ആ സ്ത്രീ ഉണ്ടല്ലോ, അതായത് ഇവർ പഠിക്കാൻ ഉപയോഗിക്കുന്ന ആ ശരീരം, ആ സ്ത്രീയുടെ ഡീറ്റെയിൽ പരിശോധിക്കുമ്പോൾ അവർക്കൊരു അനിയത്തി ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഇവർ രണ്ടുപേരും ആ സ്ത്രീയുടെ അനിയത്തിയെ കണ്ട് സംസാരിക്കാൻ പോവാണ്. അങ്ങനെ അവരെ കണ്ടു കാര്യങ്ങളൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവര് പറയാണ്, അല്ല എന്റെ ചേച്ചിയെ കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നത്? ബെത്തിനെ കുറിച്ച്, അതായത് ചേച്ചിയുടെ പേര് ബെത്ത് എന്നായിരുന്നു. അതുപോലെ തന്നെ ബെത്തിനെ കുറിച്ച് വേറെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ക്യാരക്ടറുള്ള ഒരാളൊന്നും അല്ലായിരുന്നു എന്റെ ചേച്ചി. ലൈഫിൽ ഒരുപാടധികം കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്ന, പ്രായമായവരെയും അസുഖമുള്ളവരെയൊക്കെ നോക്കുന്ന അത്രയും നല്ലൊരു കൈൻഡ് ഹാർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു അവൾ. എന്നാൽ നല്ല രീതിയിൽ അവളുടെ ലൈഫ് പോകുന്ന സമയത്താണ് അവളുടെ വയറ്റിൽ ഒരു ക്യാൻസർ ഉണ്ട് എന്നുള്ള ആ ഒരു കാര്യം അവൾ മനസ്സിലാക്കിയത്. അതോടുകൂടിയിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവൾ നന്നായിട്ട് തളർന്നുപോയി. എല്ലാവരിൽ നിന്നും അവൾ പിന്നീട് ഉൾവലിയാൻ തുടങ്ങി. അവൾക്ക് ആകെ ഉണ്ടായിരുന്ന ആശ്രയം എന്ന് പറയുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കലായിരുന്നു. അതിൽ അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവൾക്ക് ഇഷ്ടമുള്ള അത്രയും ഭക്ഷണങ്ങൾ അവൾ കഴിച്ചു. പതിയെ ആ രോഗം അവളുടെ ശരീരത്തിനെ ബാധിക്കാനും തുടങ്ങി. അവൾ അവസാനം മരിക്കുകയും ചെയ്തു. ഇതിൽ കൂടുതലായിട്ടൊന്നും എന്റെ ചേച്ചിയുടെ ലൈഫിൽ വേറെ ഉണ്ടായിട്ടില്ല എന്ന് പറയണം. എന്തായാലും ഇതെല്ലാം കേട്ട് ഹന്നയും ജോസിയും കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പൊ ജോസിയോട് ഹന്ന ഒരു കാര്യം പറയുന്നുണ്ട്, മിക്കവാറും ആ ഒരു ആത്മാവ് എന്റെ കൂടെ ഇങ്ങനെ നിൽക്കാൻ കാരണം അതിന്റെ ആ ഒരു ചാരം എന്റെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. അതെന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കളയണം. അങ്ങനെ ഹന്ന നേരെ അവളുടെ അച്ഛനും അമ്മയും താമസിക്കുന്ന ആ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെയായിരുന്നു അവൾ അത് വെച്ചിരുന്നത്. അവൾ അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ അവളുടെ അമ്മ ട്രിപ്പെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അമ്മയെ കണ്ടപാടെ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷമായി അമ്മയെ കെട്ടിപ്പിടിക്കാണ്. മാത്രമല്ല പിന്നീട് ഹന്ന അവളുടെ ആ ഷെൽഫിലേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ ആ ചാരം ഉണ്ടായിരുന്നില്ല. അമ്മയോട് ആ കാര്യം ചോദിച്ചപ്പോൾ അവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് കണ്ടപ്പോൾ എടുത്ത് ആ ഒരു ഡസ്റ്റ്ബിനിൽ ഇട്ടു എന്നാണ് പറയുന്നത്. അവളുടെ അമ്മയ്ക്കാണെങ്കിൽ ഈ വൃത്തിയുടെ ഒരു പ്രശ്നമുണ്ട്, അതായത് എപ്പോഴും ഭയങ്കര ഹൈജീനിക് ആയിരിക്കണം ചുറ്റുപാടും. എന്തായാലും ഇത് കേട്ട ഹന്ന ആകെ ഞെട്ടിപ്പോവാണ്. ആ ചാരം എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ട് കാര്യമില്ല, അത് കളയേണ്ട സ്ഥലത്ത് കളയണം. അവളിപ്പോൾ വേഗം തന്നെ നേരെ പോകുന്നത് ആ വേസ്റ്റ് അല്ലാത്ത ആ സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ്. അവിടെയുള്ള എല്ലാം തപ്പിപ്പെറുക്കി അവസാനം ആ ചാരമിട്ട ഡബ്ബ കണ്ടുപിടിക്കുന്നുണ്ട്. അതെടുത്ത് അവൾ നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും വിശപ്പ് ആരംഭിക്കുകയാണ്. നേരെ പോയി ഫ്രിഡ്ജ് തുറന്നു. ഫ്രിഡ്ജിൽ ആ സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് കുറച്ച് സോസ് ആയിരുന്നു. അത് അവൾ ആർത്തിയോടെ തിന്നുകയാണ്. ഇത് കണ്ടപാട് തന്നെ അവളുടെ അമ്മ വന്ന് ചോദിക്കുകയാണ്, നീ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നേ? മോളെ ഹന്ന, നിന്റെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റമുണ്ട്. അതുപോലെ നീ എങ്ങനെ ഇത്രത്തോളം മെലിഞ്ഞത്, അതും കുറഞ്ഞ ദിവസം കൊണ്ട്? അതുപോലെ നിന്റെ ആ ഒരു സ്കാനിങ് റിപ്പോർട്ട് കണ്ടു, എന്താണ് ശരിക്കും നിന്റെ പ്രശ്നം? നിന്റെ വയറ്റിൽ എന്താണ്? ഇതൊക്കെ ചോദിക്കുമ്പോൾ ഹന്ന പറയണ, അമ്മയെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഇപ്പൊ അതിനൊന്നും നേരമില്ല. അതുപോലെ തന്നെ ഹന്നയ്ക്ക് ഇപ്പൊ എന്തോ ഒരു ഐഡിയ തോന്നുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്താണ് ആരോ വന്ന് വാതിൽ തട്ടുന്നത്. അതാരാണെന്ന് ഹന്നയ്ക്ക് മനസ്സിലായി. അവളിപ്പോ അമ്മയോട് പറയുന്നുണ്ട്, അമ്മയെ വാതിൽ തുറക്കൽ എനിക്ക് പേടിയാവുന്നു. എന്നാൽ അതൊന്നും മൈൻഡാക്കാതെ അവളുടെ അമ്മ പോയിട്ട് വാതിൽ തുറക്കാണ്. തുറന്നതേ ഓർമ്മയുള്ളൂ, ആ ആത്മാവ് വന്ന് അമ്മയെ അടിച്ച് തെറിപ്പിക്കുകയാണ്. ഇത് കണ്ട ഹന്നയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവളിപ്പോ ഉറക്കൻ അലറി വിളിക്കാൻ തുടങ്ങുകയാണ്, നീ ആരായാലും എനിക്കൊരു പേടിയില്ല, എനിക്ക് എന്നൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ അതിനുശേഷം ഹന്നയെ വളരെ മൃഗീയമായിട്ട് തന്നെ ആ ആത്മാവ് മർദ്ദിക്കാൻ തുടങ്ങുകയാണ്. മുട്ടിപ്പിടിച്ച് വലിക്കുന്നുണ്ട്, അടിക്കുന്നുണ്ട്. അതും പോരാത്തതിന് അവൾ നിലത്ത് വീണെടുക്കുകയാണല്ലോ. അവളുടെ മേത്തേക്ക് ഈ ആത്മാവ് വന്ന് കിടക്കുകയാണ്. ആ പാത്രത്തിന്റെ റിഫ്ലക്ഷനിലൂടെ അത് കാണിക്കുന്നുണ്ട്. അതിന്റെ ശരീരം ഇപ്പൊ വലുതായി ഒരു ആനയെ പോലെ ആയിട്ടുണ്ട്. അത് മേത്ത് വന്ന് കിടന്നപ്പോൾ ഹന്നയ്ക്കൊന്ന് ശ്വാസം എടുക്കാൻ വരെ കഴിയുന്നില്ല. ഇതേ നേരം തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഈ നിലയെല്ലാം ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അതെടുത്ത് അവള് കുടിക്കാൻ തുടങ്ങുകയാണ്. അത് കുടിച്ച് അവൾ
അവളുടെ വയറ് നിറഞ്ഞ് വിശപ്പ് മാറിയപ്പോൾ ആ ആത്മാവ് പതിയെ എഴുന്നേറ്റ് പോവാണ്. എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. അതുപോലെ തന്നെ അവളുടെ തലയിൽ ഒരു ആശയം വന്നിട്ടുമുണ്ട്. അവൾ നേരെ ജോസിയെ വിളിക്കുകയാണ്. എന്നിട്ട് ജോസിയും കൂട്ടിയിട്ട് നേരെ പോകുന്നത് അവരുടെ കോളേജിലേക്കാണ്. കോളേജിലെ അവരുടെ പ്രാക്ടിക്കൽ ലാബിലേക്ക്. അവിടെ എത്തിയപാട് തന്നെ ഹന്ന പറയണത് നീ പുറത്തേക്ക്, ഞാൻ ഉള്ളിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു ഡോർ ലോക്ക് ചെയ്യുന്നുണ്ട്. ജോസി പുറത്തും അതുപോലെ തന്നെ ഹന്ന അകത്തുമാണ്. ഉള്ളിലേക്ക് പോയ ഹന്ന എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവാന്ന് ജോസിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജോസി ചോദിക്കുകയാണ്, ഹന്ന നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ ഹന്ന അവളുടെ ആ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ആ സ്ത്രീയുടെ ശരീരം കത്തിച്ച് ആ ചാരം തിന്നത് കൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ആ ചാരം തിന്നത് കൊണ്ട് എന്റെ ശരീരത്തിൽ ആ ചാരമെല്ലാം കൂടി ചേർന്ന് അതൊരു ക്യാൻസറായി മാറി. അതെന്റെ ശരീരത്തിലുള്ളത് കൊണ്ടായിരിക്കണം ഈ ആത്മാവ് എന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് ഞാൻ അത് എടുത്തു കളയാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി ഒരു സ്ട്രെച്ചർ എടുക്കുന്നുണ്ട്. അതിലേക്ക് അവൾ കയറി കിടക്കുകയാണ്. മാത്രമല്ല ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വേദന എടുക്കാതിരിക്കാൻ വേണ്ടി മയക്കുമരുന്നും അവളുടെ ദേഹത്ത് കുത്തിവെക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട ജോസി പറയാണ്, നീ ചെയ്യുന്നത് പ്രാന്താണ്, ഒറ്റയ്ക്ക് ഇത് ചെയ്യാതെ നമുക്കൊരു ഡോക്ടറെ വെച്ച് ഇത് ചെയ്യാന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹന്ന പറയുന്നത്, ജോസി അതിനൊന്നും സമയമില്ല, ഇത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബ്ലേഡ് എടുത്ത് ഹന്ന വയറിന്റെ ഒരു ഭാഗം കീറാൻ തുടങ്ങുകയാണ്. ഇതേ നേരം തന്നെ അവളുടെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന സ്ട്രെച്ചറിൽ ആ ആത്മാവും വന്ന് കിടക്കുകയാണ്. അതിന്റെ ആ ഒരു തടിച്ച രൂപം കണ്ട് ഹന്ന ശരിക്കും പേടിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവളിപ്പോ നോക്കുമ്പോൾ മറ്റേതോ ഒരു സ്ഥലത്തേക്ക് അവൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ചിലപ്പോൾ ആ മരുന്ന് കുത്തിവെച്ചില്ലേ അതിന്റെ ഹാലൂസിനേഷൻ ആയിരിക്കും. അവൾ നോക്കുമ്പോൾ കുറേയധികം ചവറ് കൂട്ടിയിട്ടതിന്റെ ഇടയിലാണ് അവൾ ഉള്ളത്. എന്നാൽ ഇതൊക്കെ ഒരു തോന്നലാണെന്ന് മനസ്സിലാക്കിയ ഹന്ന പതിയെ പതിയെ അവളുടെ വയറ് കീറുന്നുണ്ട്. എന്നിട്ട് ക്യാൻസർ ബാധിച്ച ആ ഭാഗം മുറിച്ചെടുക്കാൻ തുടങ്ങുകയാണ്. ഇതേ നേരം തന്നെ ആ ചവറ്റുകൂനിയുടെ ഇടയിൽ നിന്നും ആ വലിയ പ്രേതം കയറി വരികയാണ്. മാത്രമല്ല അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും ഹന്ന അത് മുറിച്ചെടുത്ത് ആ സാധനം അതിന്റെ വായിലേക്ക് തിരികെ വെക്കുകയാണ്. പെട്ടെന്ന് ചുറ്റുകളെല്ലാം മാഞ്ഞുപോയി. എല്ലാം നോർമൽ ആവുകയാണ്. വയറ്റിലെ ആ കഷ്ണം അവൾ പൂർണ്ണമായിട്ട് മുറിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ നന്നായിട്ട് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. ഒരു തുണി വെച്ച് അത് പൊത്തിപ്പിടിക്കുകയാണ്. ഇത് ചെയ്തതോടു കൂടിയിട്ട് ആ ആത്മാവിനെ പിന്നീട് അവിടെ കാണാനില്ല. എന്തായാലും അവൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നിരിക്കുകയാണ്. ഇതിനുശേഷം ഇവർ രണ്ടുപേരും എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഈ ബെത്ത് എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ, മരിച്ചുപോയില്ലേ, അവരുടെ ആ ഒരു ഡെഡ് ബോഡി മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ സംസ്കരിക്കാൻ വേണ്ടി അനീതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതെല്ലാം സംസ്കരിക്കുന്നുണ്ട്. ശേഷം മരണാനന്തര ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അതായത് ആ ആത്മാവിനെ അതിന്റെ ലോകത്തിലേക്ക് വിടുകയാണ്. മോക്ഷം കിട്ടാതെ ഇവിടെ കിടന്ന് ഇങ്ങനെ അലയുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ആ ആത്മാവ് ഉണ്ടാക്കുന്നതെന്നാണ് ഹന്ന വിശ്വസിക്കുന്നത്. എന്തായാലും ചടങ്ങെല്ലാം കഴിഞ്ഞു. ഹന്ന നേരെ അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ആ ഒരു വീട്ടിലേക്ക് പോവാണ്. അവിടെ എത്തിയപാട് തന്നെ അവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? അന്ന് അവൾ മായ്ച്ചു കളഞ്ഞ ആ നീല പോളിഷ് അവളുടെ കയ്യിലിടുകയാണ്. മാത്രമല്ല പിന്നീട് കുറച്ച് സാധനങ്ങൾ മേടിച്ച് നേരെ പോകുന്നത് അവളുടെ ലവറായിട്ടുള്ള ആ ജിം ട്രെയിനർ ഉണ്ടല്ലോ അവളുടെ അടുത്തേക്കാണ്. പോയപാടിന് പറയണം, അന്ന് ചെറിയൊരു അബദ്ധം പറ്റിയതാണ്, കുറച്ച് മോശമായിട്ട് ബിഹേവ് ചെയ്തു, എന്തായാലും ഇന്ന് നമുക്ക് പൊളിക്കാന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഒരുപാട് എൻജോയ് ചെയ്യാണ്, റൊമാൻസ് ചെയ്യാണ്. ഇതെല്ലാം കഴിഞ്ഞു. പെട്ടെന്ന് ഹന്നയ്ക്ക് ചുറ്റും മറ്റെന്തോ സംഭവിക്കുന്നത് പോലെ ഒരു തോന്നൽ. സ്വബോധം തിരിച്ചെടുത്തു. അവള് കണ്ണു തുറന്നു നോക്കിയപ്പോ കാണുന്ന കാഴ്ച എന്താ? അവള് നന്നായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ചവച്ചരച്ച്. എന്നാൽ ആ തിന്നുന്നത് എന്താണെന്ന് നോക്കിയപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. അവളുടെ ആ ഒരു ജിം ട്രെയിനർ ഉണ്ടല്ലോ അവളെ കൊന്ന് അവളുടെ ഇറച്ചിയാണ് പച്ചയ്ക്ക് ചവച്ചരച്ച് തിന്നുന്നത്. ഇത് കണ്ട ഹന്ന ഞെട്ടിയില്ലേ? നിങ്ങളും ഞെട്ടിയില്ലേ? ഇപ്പൊ ഹന്നയുടെ കണ്ണ് കാണിക്കുകയാണ്. അവളുടെ ഒരു കണ്ണിന്റെ ഒരു കൃഷ്ണമണി ഒരെണ്ണം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ തുടങ്ങുകയാണ്. അതിനർത്ഥം ആ ആത്മാവ് ഇപ്പോഴും അവളെ വിട്ടു പോയിട്ടില്ല. അത് പൂർവാധികം ശക്തിയോടെ അവളുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അതായത് ഇത്രയും നാൾ ആ ആത്മാവിന് ഒരു പരിധിവരെ മാത്രമേ ഹന്നയെ കൺട്രോൾ ചെയ്യാൻ പറ്റിയായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. വിശപ്പ് വന്നാൽ മനുഷ്യരുടെ ഇറച്ചി വരെ കഴിക്കാൻ പാകത്തിന് അവളെ മാറ്റിയിരിക്കുകയാണ് ആ ആത്മാവ്. അവളുടെ കണ്ണ് കണ്ടോ ഒരു പ്രത്യേക രീതിയിൽ ചലിക്കുന്നത്. അപ്പൊ ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. അപ്പൊ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.